UDF വൻപിച്ച ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തും. ഇല്ലാത്ത പക്ഷം താൻ വനവാസത്തിന് പോകും. VD സതീശൻ നടത്തിയ പ്രസ്താവന വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. അതിനുമപ്പുറം പല ആൾക്കാരും വിചാരിക്കും ഇതൊരു നിഷ്കളങ്കമായ അല്ലെങ്കിൽ എല്ലാ പാപഭാരവും ഒറ്റയ്ക്ക് ഏറ്റെടുത്തൊരു മനുഷ്യൻ നിൽക്കുന്നു എന്നൊക്കെ തോന്നാം. പക്ഷേ ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രസ്താവനയാണെന്ന് പറയേണ്ടി വരും. ശരിക്കും അതായത് കോൺഗ്രസ് ജയിക്കുകയാണെങ്കിലും ഞാനാണ് അതിൻ്റെ ഉത്തരവാദിത്വം, എനിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലേക്ക് അതിനെ കാണേണ്ടി വരും. എന്താണ് വ്യക്തിപരമായിട്ടുള്ള അതിനെപ്പറ്റിയുള്ള ഒരു പ്രതികരണം? സതീശൻ ആദ്യം മാധ്യമങ്ങളോടാണ് ഇത് പറയുന്നത്. അതെ, ഫസ്റ്റായിട്ട്. അതായത് വനവാസത്തിൻ്റെ കാര്യം മാധ്യമം അങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് സതീശ് അത് പറഞ്ഞു വെക്കുന്നത്. അതായത് തോറ്റാൽ ഞാൻ വനവാസത്തിന് പോകും. കേൾക്കുന്നവർക്ക് പെട്ടെന്ന് തോന്നുന്നൊരു കാര്യം, അയ്യോ സതീശൻ ഇങ്ങനെയൊക്കെ പറയൂ, അങ്ങനെ സതീശൻ വനവാസത്തിന് പോകും. ഇപ്പോൾ പ്രതിപക്ഷം നിൽക്കുന്ന എല്ലാവരും പെട്ടെന്ന് ഞെട്ടുന്നൊരു സാഹചര്യം ഉണ്ടായി. അതായത് കോൺഗ്രസ് എല്ലാവരും ഞെട്ടുന്നൊരു സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ ഇടതുപക്ഷ അനുകൂലികളെല്ലാം കേൾക്കുമ്പോൾ സതീശ് വനവാസത്തിന് പോകും. പിന്നെ സോഷ്യൽ മീഡിയ മൊത്തം ഇതായി നിൽക്കുന്ന സാധനം കേൾക്കുമ്പോൾ ആൾക്കാർ വയ്ക്കുമ്പോൾ അയ്യോ സതീശൻ ഇത്രയൊക്കെ സാക്രിഫൈസ് ചെയ്യുമോ? ആക്ച്വലി നമുക്കിതിനകത്ത് മനസ്സിലാവുന്നൊരു കാര്യം, സതീശൻ അവിടെ പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് തോറ്റാൽ ആ ഉത്തരവാദിത്തം എനിക്കാണ്. അപ്പോൾ ജയിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്തം എനിക്ക് തന്നെയാണ്. ഞാനാണ് കോൺഗ്രസ്, ഞാൻ മാത്രമാണ് കോൺഗ്രസ്, അതിൻ്റെ മൊത്തം അതോറിറ്റി എനിക്കാണ്. ഞാൻ കാരണമാണ് UDF ജയിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ജയിച്ചത്. അതിപ്പോൾ നമുക്കറിയാം, ഇതിന് മുന്നേ നടന്ന ഉപതെരഞ്ഞെടുപ്പടക്കം നോക്കിയാൽ മതി. അതിനകത്തെല്ലാം സതീശൻ പറഞ്ഞിരിക്കുന്നത് ഞാനാണ്, ഞാൻ മാത്രമാണ്, ഞാനാണല്ല. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്താലും ഇതിനകത്ത് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഇത്ര സീറ്റ് പിടിച്ചിട്ടുണ്ടില്ല എന്നല്ല. പക്ഷേ അവിടെ പറയുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിച്ച കുറേ ആൾക്കാരുണ്ട്, കുറേ ജനങ്ങളുണ്ട്. ശരിയാണ്, അവരെ മറന്നു പോകാൻ പാടില്ല. അതെ, അവിടെ നേതാക്കളും ഉണ്ട്. അതെ, അവിടെ വരുമ്പോൾ അവരാരും ഉണ്ടാവുന്നില്ല, പകരം ഞാൻ മാത്രം ഉണ്ടാവുന്ന ഒരു സാധനമുണ്ട്. അതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, തോറ്റാൽ എൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ്, ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറയുമ്പോൾ ജയിച്ചാൽ എൻ്റെ ക്രെഡിറ്റ് എനിക്ക് മാത്രമാണ്. അതെ, അതായത് എനിക്ക് എടുക്കാൻ പറ്റുന്ന സകല പണിയും ഞാൻ എടുത്തിട്ടുണ്ട്. അതിനപ്പുറം ഇനിയും തോൽക്കുകയാണെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്നാണ് പറയുന്നത്. പ്രത്യക്ഷത്തിൽ വാദുഷ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ മറ്റൊരു വ്യാഖ്യാനം അങ്ങനെയാണ്, ജയിച്ചാലും പരിപൂർണമായിട്ടുള്ള ക്രെഡിറ്റ് എനിക്ക് തന്നെയാണെന്നുള്ളതാണ് അല്ലേ? ഒരു ഭരണവിരുദ്ധ വികാരം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാര്യം 10 വർഷമായിട്ട് ഒരു പാർട്ടി തന്നെ ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടല്ലോ. ആ വികാരം കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് സതീശൻ ഇവിടെ പറയുന്നത്. അങ്ങനെ UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ എന്നൊരു ചോദ്യമില്ല, വരുമെന്നാണ് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യം. UDF കാരണം കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടുന്നതിൻ്റെ സാഹചര്യങ്ങൾ വേറെയായിരുന്നു. ആ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ മലയാളികളെ സംബന്ധിച്ചുള്ള അവരെല്ലാം പ്രബുദ്ധരാണ്. ഒരിക്കലും ഒരു പാർട്ടിക്കാർ തന്നെ അങ്ങനെ സ്ഥിരമായി ഇരുത്തുന്ന ഒരു പരിപാടി ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ UDF നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ കോൺഗ്രസ് നന്നായിട്ട് അറിയാം UDF അധികാരത്തിൽ വരുമെന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ട് നേരത്തെ എറിയാന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതാണ് സതീശനോട് ചെയ്തേക്കുന്നത്. അത് ഇതിലല്ല, ഇതിന് മുന്നേ നടന്ന തെരഞ്ഞെടുപ്പുകളടക്കം സതീശൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എങ്ങനെ ജയിച്ചാൽ അത് കൂട്ടായ തീരുമാനവും കൂട്ടായ ഉത്തരവാദിത്വവും, തോറ്റാൽ എൻ്റെ ഉത്തരവാദിത്തമാണെന്നാണ് പറയുമ്പോൾ പോലും അവിടെ ജയിച്ചാലും ഞാൻ കാരണമാണ് ജയിച്ചത്, ഞാനേ നിൽക്കാവൂ, ഞാൻ മാത്രമേ നിൽക്കാവൂ. വൺ മാൻ ഷോ ലൈനിലാണ് സതീശൻ പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ്സിൽ അതിന് ആപ്റ്റായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. സതീശൻ മാത്രമല്ല, സതീശനെ ഒരുപക്ഷെ കഴിഞ്ഞ 5 വർഷം കൊണ്ടായിരിക്കും സതീശൻ എന്നൊരിതിലേക്ക് മാത്രമായി നിന്ന് പോകുന്നത്. ഇതിനു മുന്നേ ചെന്നിത്തലയ്ക്കോ അല്ലെങ്കിൽ അതിനു മുന്നേ KC വേണുഗോപാലോ സണ്ണി ജോസഫോ K സുധാകരനൊക്കെയോ, അപ്പോൾ അങ്ങനെ തുടങ്ങി പ്രമുഖരായ നേതാക്കൾ എല്ലാവരും ഉണ്ടാകുന്ന സമയത്ത്, ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ച അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഭരിച്ച സമയത്ത് ഉമ്മൻചാണ്ടിയിൽ മാത്രം അന്ന് ഒതുങ്ങി നിന്നിരുന്നില്ല. ഇന്ന് പക്ഷെ സംഭവിക്കുന്നതോ കോൺഗ്രസ് എന്നാൽ സതീശനാണ്, സതീശൻ മാത്രമാണെന്ന തരത്തിലേക്ക് പോയി തുടങ്ങുന്നുണ്ട്. അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് തല്ലുകൊണ്ട, പോസ്റ്റർ ഒട്ടിച്ച, സമരം ചെയ്ത അവരൊക്കെ ഇവിടെ പോയി. ബാക്കി ഇതിനുവേണ്ടി നേതൃത്വം കൊടുത്ത ആൾക്കാരൊക്കെയോ സതീശൻ മാത്രമല്ല കേരളത്തിൽ സതീശനെക്കാട്ടി അനുഭവ സമ്പത്തുള്ള, അനുഭവ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരുപാട് പേർ, അണികളും നേതാക്കളും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ K സുധാകരനടക്കം, K മുരളീധരനടക്കം, KC വേണുഗോപാലടക്കം നിരവധി ആൾക്കാരുണ്ട്. പക്ഷേ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ലൈൻ ലൈറ്റിലും എൻ്റെ പേരും എൻ്റെ മുഖവും തന്നെ കാണണമെന്നൊരു കൃത്യമായ ഒരു അജണ്ടയോട് കൂടി സതീശൻ പലപ്പോഴും വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന ലൈനിലാണ് സതീശൻ പൊക്കോണ്ടിരിക്കുന്നത്. നോക്കിയാൽ മതി, പുള്ളി ഒരു യാത്ര തന്ന സമയത്തും സതീശൻ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പറയുമ്പോഴത്തേക്ക് കോൺഗ്രസ് എന്നാൽ സതീശൻ അല്ലല്ലോ. കോൺഗ്രസ് ഒരിക്കലും സതീശനെ കണ്ടിട്ടല്ല കോൺഗ്രസ് പ്രവർത്തകർ നിൽക്കുന്നത്, കോൺഗ്രസ് നിന്നിട്ടുള്ളത്. അതിന് പ്രവർത്തിച്ച കുറേ ആൾക്കാരുണ്ട്. ഈ കാണുന്ന കോൺഗ്രസിനെ, ഇപ്പോൾ കാണുന്ന കോൺഗ്രസ് ലെവലിലേക്ക് എത്തിച്ചതിൽ സതീശനല്ല പങ്കുള്ളത്. അതിന് മുതിർന്ന പല നേതാക്കളുടെ പങ്കുണ്ട്. ആ പങ്കെല്ലാം വിസ്മരിച്ചുകൊണ്ട് സതീശനാണെല്ലാം എന്ന് പറയുന്നതിനോട് മാത്രമാണ് യോജിക്കാൻ പറ്റാത്തത്. സതീശൻ പറയുമ്പോൾ പറയേണ്ടതാ ഞാനല്ല, ഞങ്ങളാണെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ പറയുന്നത് തോറ്റാൽ ഉത്തരവാദിത്തം എനിക്കാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ജയിച്ചാലും ഞാനാണ് അടുത്ത മുഖ്യമന്ത്രി, ഞാൻ മാത്രമേ ആകാവൂ. അതായത് എന്നെ തന്നെയാണ്, എന്നെ ഉദ്ദേശമാണ്, എന്നെ മാത്രമാണ് എന്ന തരത്തിലേക്കാണ് സതീശൻ പൊക്കോണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ പ്രശ്നം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും
ചോദ്യം ഉണ്ടാവും, സതീശനാണോ കോൺഗ്രസ് എന്നുള്ളത്. സതീശനല്ല കോൺഗ്രസ് എന്നുള്ളത് നമുക്കില്ല. ഇവിടെ എപ്പോഴും കോൺഗ്രസ്സുകാർ പറഞ്ഞൊരു കണ്ട്, കോൺഗ്രസ് എന്നത് എപ്പോഴും ഒരു പ്രസ്ഥാനം മാത്രമല്ല, അതൊരു സംസ്കാരം കൂടിയാണ്. അതിനകത്ത് ആരുണ്ടായിരുന്നാലും ആരില്ലായിരുന്നാലും കോൺഗ്രസ്സായി തന്നെ പോകുമെന്ന് പറയുമ്പോഴും ഇവിടെ സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനാണ് കോൺഗ്രസ്, ഞാൻ മാത്രമാണ് പോയിട്ടുണ്ട്. അത് തുടങ്ങുകയാണെങ്കിൽ, അതായത് പലപ്പോഴും പറയുന്നൊരു കാര്യം, UDF എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ പാർട്ടിയാണ് എന്ന് UDF എപ്പോഴും ആവർത്തിച്ച് പറയാറുണ്ട്. അതായത് പലപ്പോഴും LDF എന്നുള്ള ഈ ബഹുസ്വരമായിട്ടുള്ള ശബ്ദങ്ങൾ അധികം ഉയർന്നു കേൾക്കാത്ത ഒരു സമ്പ്രദായമുണ്ട്. ഒരു കേഡർ സമ്പ്രദായത്തിൽ പോകുന്നൊരു സിസ്റ്റമാണ്. പ്രത്യേകിച്ചും അതിൻ്റെ ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് ആ ഒരു പാർട്ടിക്ക്. പക്ഷേ പല ആൾക്കാരും UDF നിന്ന് പ്രമുഖരായിട്ടുള്ളവരും അല്ലാത്തവരുമൊക്കെ പല രീതിയിലുള്ള വിമർശനാത്മകപരമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ UDF പറയുന്നൊരു കാര്യം, ഇതൊരു ജനാധിപത്യ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ്, എല്ലാ ആൾക്കാരുടെ ശബ്ദങ്ങൾക്കും ഇവിടെ പ്രാധാന്യമുണ്ടെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു രീതിയിൽ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ സതീശൻ്റെ ശബ്ദം മാത്രമാണ് ഉയർന്നു കേൾക്കുന്നത് എന്നുകൂടി പറയേണ്ടി വരും. കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഏവർക്കും ജനാധിപത്യ മതേതര പ്രസ്ഥാനം എന്നാണ് അവർ പറയുന്നത്. കാരണം അവിടെ കൃത്യമായി മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും തുല്യ പ്രാധാന്യം കൊടുത്ത് പോകുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം സംഭവിക്കുന്നത് മതമുണ്ടോ മതം ഇല്ല എന്നുള്ളതല്ല, അതിനകത്ത് തുല്യ പ്രാധാന്യം എന്നൊരു സാധനമുണ്ട്. ആ പ്രാധാന്യം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിവിടെ ഉണ്ടാവുന്നില്ല. ആർക്കാണ് ഉണ്ടാവുന്നത് ആ തുല്യ പ്രാധാന്യം? സതീശൻ പ്രതിപക്ഷ നേതാവാണ്, KPCC പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ മറ്റ് പ്രമുഖ നേതാക്കളുണ്ട്, AICC പ്രസിഡന്റുമാരുണ്ട്. അപ്പോൾ അവരൊക്കെയോ അവർ മുതിർന്ന നേതാക്കളുണ്ട്. ഈ സതീശൻ പലപ്പോഴും ചെന്നിത്തല എൻ്റെ നേതാവാണ്, അല്ലെ KC എൻ്റെ നേതാവാണ്, സുധാകരൻ എൻ്റെ നേതാവാണെന്ന് പറയുമ്പോൾ ഈ എൻ്റെ നേതാവാണെന്നുള്ള പറച്ചിലേ നിൽക്കുന്നുള്ളൂ. അവിടെ നിൽക്കുന്നത് സതീശൻ മാത്രമാണ്. അതായത് സതീശനിലൂടെ മാത്രമേ കോൺഗ്രസ് പോകാവൂ, കോൺഗ്രസ് നിൽക്കാവൂ എന്ന് ഇതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യപ്പെടും. ആ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇനി കേട്ട് തുടങ്ങുകയും ചെയ്യും. കാരണം ഇനിയിപ്പോൾ ദിവസങ്ങളേ ഉള്ളൂ വോട്ടെണ്ണൽ. ആ വോട്ടെണ്ണൽ ദിവസം വരുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെന്ന് പ്രമുഖ മാധ്യമങ്ങളടക്കം എല്ലാം പറഞ്ഞു വെക്കുന്ന സമയത്ത്, ഇതുകൂടാതെ കോൺഗ്രസ് പ്രവർത്തകരടക്കം വലിയ ആത്മവിശ്വാസത്തിലാണ്. ഈ ആത്മവിശ്വാസം ഇതേ നിർത്തിക്കൊണ്ട് നിൽക്കുമ്പോഴും സതീശൻ പറയുന്നത് അതിൻ്റെ കാരണം ഞാനാണ് എന്ന് സതീശൻ പറയുമ്പോഴാണ് പ്രശ്നം. അത് സതീശനല്ലല്ലോ പറയാനുള്ളത്. അത് പറയേണ്ട ആരാണ്? കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞാൽ ജനങ്ങൾ പറയണം. ജനങ്ങൾ പക്ഷേ അതല്ലല്ലോ പറയുന്നത്. ഈ പറഞ്ഞ ഇതിനു വേണ്ടി പണിയെടുത്ത ബാക്കിയുള്ള നേതാക്കളൊക്കെ അപ്പോൾ ഇവിടെ പോയി. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ, അതായത് കഴിഞ്ഞ ഒരു മാസം എടുത്തുള്ള വാർത്തകൾ മാത്രം നോക്കിയാൽ മതി. സതീശനല്ലാതെ ഏതൊരു നേതാവിനാണ് നമ്മൾ വാർത്തകൾ കണ്ടിട്ടുള്ളത്? ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ കാണുന്ന AK ആൻ്റണി മാത്രമാണ്. അത് ഈ സുധാകരനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടായപ്പോൾ അവിടെ മാത്രമാണ് സ്വാഭാവികമായിട്ട്, അതായത് സതീശൻ്റെ കയ്യിൽ നിൽക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ആൻ്റണി വന്നു എന്നുള്ളതാണ്. അപ്പോൾ സതീശനറിയാം സതീശൻ്റെ കയ്യിൽ നിൽക്കുന്നല്ല കോൺഗ്രസ് എന്നുള്ളത്. പക്ഷേ അപ്പോഴും സതീശൻ ചെയ്യുന്ന എന്താണ്? ഞാനാണ് കോൺഗ്രസ്, എന്നിലൂടെയാണ് എല്ലാം പോകുന്നത്, ഞാനാണ് ക്യാപ്റ്റൻ എന്നല്ല നിറഞ്ഞു നിൽക്കണമെന്നൊരു പിടിവാശിയും കൂടിയുണ്ട് സതീശന്. ഈ ലൈം ലൈറ്റിൽ നിൽക്കുക എന്നൊരു പിടിവാശിയുണ്ട്. അതെ, അതാണ് മെയിൻ കാര്യം. അതായത് ദിവസവും ചാനലിനെ വിളിക്കുക, എൻ്റെ വാർത്തകൾ ഉണ്ടാകണം, എൻ്റെ ബൈറ്റുകൾ ഉണ്ടാകണം, എൻ്റെ പ്രസ്താവനകൾ ഉണ്ടാകണം അല്ലേ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സുധാകരനെ അടക്കം ഒരു എക്സാമ്പിൾ മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. അതായത് ചിലപ്പോൾ വളരെ ബാലിശമായിട്ട് പെരുമാറുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. ഒരു വളരെ മനസ്സിലായി കാണുമല്ലോ, വളരെ എന്താ പറയുക, വൈറലായിട്ടുള്ളൊരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു UDF നേതാക്കളിൽ, മുതിർന്ന K. സുധാകരൻ അടക്കം പങ്കെടുത്ത UDF നേതാക്കളുടെ. അന്നേരം ഞാൻ സംസാരിക്കുമെന്ന് K. സുധാകരൻ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും സംസാരിച്ചോളൂ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു രീതി. അദ്ദേഹത്തിൻ്റെ ഒരു തലപ്പൊക്കവും അല്ലെങ്കിൽ സതീശനെക്കാട്ടി KPCC പ്രസിഡന്റ് ആയ സമയത്ത്. അപ്പോൾ തീർച്ചയായിട്ടും എന്നാൽ നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞ പോലെ. അല്ല, അതിലെ വലിയ കോമഡി എന്താണെന്നറിയോ? അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ സതീശൻ പറഞ്ഞൊരു കാര്യം എന്നറിയോ? അതായത് സുധാകരൻ പറയാൻ വന്നത് എല്ലാ ക്രെഡിറ്റും എനിക്കാണ് എന്ന് പറയാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് അത് വേണ്ട, അങ്ങനെ പറയേണ്ട, അതാണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നം എന്നാണ് സുധാകരൻ പറഞ്ഞത്. ഇത് കേൾക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാവൂലേ? സുധാകരൻ സതീശ നീയാണ് അടിപൊളി, നീ മാത്രമാണ് അടിപൊളി എന്ന് സുധാകരൻ അങ്ങനെ പറയും തോന്നുന്നു. സുധാകരൻ പ്രമുഖ നേതാവാണ്. സുധാകരൻ പറയുമ്പോൾ കോൺഗ്രസിനെ പറയുള്ളൂ, അതിന് സതീശൻ അടിപൊളി എന്ന് എന്തായാലും പറയില്ല. എന്ന് സതീശനോട് പറഞ്ഞാൽ അങ്ങനെ അറിയാമോ? ഞാൻ സൂപ്പറാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സുധാകരനോട് സംസാരിക്കാൻ വന്നത്. അത് ഞാൻ തടഞ്ഞതാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ബാലിശായിട്ടുള്ളതാണ്, കോമഡിയാണെന്ന് മനസ്സിലാവും. അപ്പം ഇതാണ് സതീശൻ്റെ മനസ്സിലിപ്പോൾ എങ്ങനെ ഞാൻ സൂപ്പറാണെന്ന് എല്ലാവരും പറയണം, അല്ലെങ്കിൽ ഞാനാണ് എല്ലാം എന്ന് പറയണം, കോൺഗ്രസിനെ ഈ നിലയ്ക്ക് എത്തിച്ചത് ഞാനാണ് എന്ന് പറയണം. പിന്നീട് മാധ്യമങ്ങൾ സതീശനോട് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല, ഇനി അത് സുധാകരൻ പറഞ്ഞോളും എന്നോട് പറഞ്ഞു ചോദിക്കുന്നുണ്ട്. അതൊരു കുട്ടിക്കളി പോലെ അല്ലെങ്കിൽ പിടിവാശി പോലെ കാണാൻ സാധിക്കത്തുള്ളൂ. ഒരു പക്വമായ അല്ലെങ്കിൽ ഒരു പക്വതയുള്ള നേതാവിന് ചേർന്നൊരു യോഗ്യതയൊന്നുമല്ല അത്. അതിനകത്ത് ഈ പ്രതിപക്ഷ നേതാവാണ് ഞാൻ, അതുകൊണ്ട് തന്നെ ഞാൻ നേതാവാണ്, എല്ലാവരുടെയും നേതാവാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നൊരു ധാർഷ്ട്യം കൂടി അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. പല കാര്യങ്ങളിലും അത് സംഭവിക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർക്ക് പരോക്ഷമായിട്ട് പോലും ആ ഒരു വിമർശനം ഉണ്ടാകുന്നുണ്ട്. ഒരു പക്ഷേ അവർ പറയാതിരിക്കുന്നതാവാം, പക്ഷെ അതുണ്ടാകുന്നുണ്ട്. കാരണം
ഞാനാണ് നേതാവ്, ഞാൻ തീരുമാനിക്കും, നിങ്ങളതനുസരിച്ച് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ചെയ്യണം എന്ന തരത്തിലേക്ക് പോകുമ്പോഴേ സ്വാഭാവികമായിട്ടും ജനാധിപത്യ പ്രസ്ഥാനമാണ്, അതവിടെ ചോദ്യം ചെയ്യപ്പെടും. ആ ചോദ്യം ചെയ്യലുകൾ പോലും ഇവിടെ ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ മറ്റ് നേതാക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, മറ്റ് നേതാക്കളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്വം സതീശനല്ലായിരുന്നു, അല്ലെങ്കിൽ സതീശന് മാത്രമല്ലായിരുന്നു, അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ നേതാക്കന്മാർക്കും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ആരാണ് ഇപ്പോൾ ഞാനാണ് എൻ്റെ ക്രെഡിറ്റ് എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇതേപോലെ ഒരു നേതാവെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ സതീശൻ പറയുന്നത് എന്താ? സതീശൻ നാഴിക്ക് 40 വട്ടം വന്ന് പറയുകയാണ്, തോറ്റാൽ ഉത്തരവാദിത്തം എനിക്കാണ്, തോറ്റാൽ ഞാൻ വനവാസം പോകും, അത് ഉറപ്പ് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഈ വനവാസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? അതായത് ഞാൻ വനവാസത്തിന് പോകാൻ റെഡിയായി നിൽക്കുവാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ മുഖ്യമന്ത്രിയാക്കി വാഴിച്ചിരുത്തണം, അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രി കസേരയിൽ എന്നെ പട്ടാഭിഷേകം നടത്തി ഇരുത്തണം, അതിനുള്ള യോഗ്യത എനിക്കാണ്. അതെ, ആ ലെവലിലാണ് ഇത് പൊക്കോടുന്നത്. അതാണ് അതിലെ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചോളം മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ട് മാത്രം യോഗ്യതയുള്ള നിരവധി ആൾക്കാരുള്ള പ്രസ്താവന. ഇപ്പോൾ CPM ആണെങ്കിൽ ആ പാർട്ടി കേഡർ സംവിധാനം അനുസരിച്ച് അവർ ഒരാളിലായിരിക്കും ഒതുങ്ങുന്നത്. കോൺഗ്രസ്സിൽ അങ്ങനെ അല്ല. കോൺഗ്രസ് സംബന്ധിച്ചോളം ആ ഒരു സ്ഥാനത്തിന് വേണ്ടി മാത്രം അർഹരായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള നിരവധി നേതാക്കന്മാരുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഇനി ആര് തർക്കിച്ചാലും അതിനകത്ത് നമുക്ക് എണ്ണി പറയാൻ പറ്റും, വിരലെണ്ണി മുതൽ പറയാൻ പറ്റും. കാര്യം ഈ നേതാവ് സൂപ്പറാണ്, അല്ലെങ്കിൽ ഈ നേതാവിനെ കൊണ്ട് പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഈ നേതാവ് പറ്റും, അങ്ങനെ നോക്കി നമുക്ക് തന്നെ പറയാൻ പറ്റും അത്രത്തോളം നേതാക്കന്മാരുണ്ടെന്ന്. ഇപ്പോൾ ഹൈക്കമാൻഡ് അടക്കം വന്ന് പലപ്പോഴും പറയേണ്ട സാഹചര്യം ഉണ്ടായി, മുഖ്യമന്ത്രി ഒന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, അതൊക്കെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം തീരുമാനിക്കുള്ളൂ, നിങ്ങൾ സ്വയം അങ്ങനെ തീരുമാനിക്കേണ്ടെന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്ന എങ്ങനെയാണ്? ഈ പറഞ്ഞ സതീശൻ ആർമിയും അതുപോലുള്ള മറ്റേ ഇപ്പോൾ അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം നടന്നതാണ്, സതീശന് വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി ചർച്ച വന്നു. അതായത് സതീശനാണ് അടുത്ത CM സതീശനാണെന്ന് പറഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ പ്രചരണം ഉണ്ടാവുകയാണ്. ഇത് ആരാ ചെയ്യുന്നതൊക്കെ? സതീശൻ അറിയാതെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നമ്മളൊന്നും മറ്റേ അരിയാഹാരം കഴിക്കാത്ത ആൾക്കാരല്ലല്ലോ. പലപ്പോഴും ഇത് പറഞ്ഞ പോലെ തന്നെ വളരെ രൂക്ഷമായ പ്രതികരണങ്ങൾ സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തിന് നേരെ ഉണ്ടാവണം. പക്ഷേ പലപ്പോഴും ചില കെട്ടുകഥകൾ പറയുന്ന ഒരു മുഖമായി കൂടി സതീശൻ മാറുകയാണ്. നുണേശൻ എന്നുള്ളൊരു ടാഗ് ലൈൻ പോലും സതീശന് വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. സതീശൻ പലപ്പോഴും പറഞ്ഞു വെക്കുന്നത് പിണറായി വിജയനെ വിമർശിച്ചാൽ പിണറായി വിജയന് ഇഷ്ടമല്ല എന്നുള്ളതാണ്. അതേ വിമർശനം സതീശനുണ്ടാകുമ്പോൾ സതീശന് ഇഷ്ടമാവുന്നുണ്ടോ എന്ന് കൂടി ആലോചിക്കണം. സതീശൻ പലപ്പോഴും മാധ്യമങ്ങളോട് ഷൗട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനൊരു പ്രോപ്പഗണ്ട വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ നുണകൾ പറയുന്നത്. കൃത്യമായി ഈ അടുത്ത ദിവസങ്ങൾ നടന്നാണ് നമ്മുടെ ശിവൻകുട്ടിയെക്കുറിച്ച് പറഞ്ഞത്, അതായത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയെ പറഞ്ഞത്, ഇവനൊക്കെ മന്ത്രി സ്ഥാനത്തിരിക്കാൻ എന്താ യോഗ്യത എന്ന് ചോദിച്ചാൽ അതേ സതീശൻ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ്. അതായത് ഇവനൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഉടനെ പറയുന്നതാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന്. ഇതേപോലെ തന്നെ വയനാട് വീട് വെച്ച് കൊടുക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്താ അവിടെ പണി തുടങ്ങി എന്നാ പറഞ്ഞു. അവസാനം DYFI അവിടെ കുടിലേറ്റി സമരം നടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പച്ചയ്ക്ക് ഇങ്ങനെ നുണ പറയുമ്പോഴേ നമ്മളിത് പഴയ കാലമല്ലോ, പെട്ടെന്നത് തിരിച്ചടിക്കും, അതുണ്ടാവുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്ക് അത് അങ്ങനെയൊന്നും അല്ല എന്നുള്ള. ഇപ്പം കെ സുധാകരനോട് ബന്ധപ്പെട്ട് വിഷയം സംബന്ധിച്ച് കെ സുധാകരൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് സീറ്റ് സംഭവമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ സതീശൻ പറഞ്ഞു കെ സുധാകരൻ അങ്ങനെ പോസ്റ്റ് ഒന്നും എടുത്തില്ല, ഞാൻ സംസാരിച്ചായിരുന്നു, കെ സുധാകരൻ അങ്ങനെ അറിഞ്ഞിട്ടേ ഇല്ലെന്നാണ് പറയുന്നത്. എന്നാൽ അതേ കെ സുധാകരൻ പറഞ്ഞത് ഞാൻ തന്നെ പോസ്റ്റ് ഇട്ടത്. അപ്പം ഇത് ഒരു കാര്യവും അറിയാതെ ഇങ്ങനെ അങ്ങ് പറയുവാണ്. അത് മാധ്യമമുന്നിൽ വന്നിട്ട് എന്തും വിളിച്ച് പറയുന്ന ഒരു തരത്തിലേക്ക് പോവുകയാണ്. കാരണം ഞാൻ അറിയണ്ടേ, ഞാനാണല്ലോ നേതാവ്, ഞാൻ പറയുന്നതാണ് ശരി. സമയത്തൊക്കെ ആധികാരികമായി നുണ പറയുക എന്ന് പറയേണ്ടി വരും. അത്ര വലിയ ആത്മവിശ്വാസത്തോടെ പറയാം അതാണ് ശരി എന്ന തരത്തിലേക്ക് പോലും സതീശൻ മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ അധികാരം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് സതീശൻ പറയുന്നുണ്ട് ഞാനാണ് കോൺഗ്രസ്, ഞാനില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. ഈ തിരക്കുകൾക്കിടയിലും കൃത്യമായിട്ട് തന്നെ സതീശനെതിരെയുള്ള സൈബർ ഗ്രൂപ്പുകളെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്താനും സതീശന്റെ പക്ഷം ശ്രമിക്കുന്നുണ്ട്. നുണേഷൻ പേജ് മാത്രം 5 തവണയായി, 5 തവണ 1 2 3 4 5 അവർ അത്രയും കൗണ്ട് വെച്ചിട്ട് തന്നെ കൃത്യമായിട്ട് പേര് മാറ്റി ഓരോ വട്ടവും ഈ പേജ് റിവൈവ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അതിൻ്റെ പേര് മാറ്റിക്കൊണ്ടേയിരുന്നു. അതായത് 5 വട്ടമാണ് ആ പേജ് അടിച്ചു പോയത്, അല്ലെങ്കിൽ അടിച്ച് കളഞ്ഞത്. 2.0 3.0 4.0 ഇങ്ങനെ വരുവാണ്. അതായത് ആ വിമർശനം പോലും സോഷ്യൽ മീഡിയ വരുന്നൊരു വിമർശനം പോലും സതീശൻ അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ വിമർശനം എന്നതിലുപരി സതീശൻ പറഞ്ഞിട്ടുള്ള നുണകളാണ് അവരിങ്ങനെ ക്ലിപ്പ് ചെയ്ത് പറയുന്നത് 1 by 1 ആയിട്ട്. അത് പറയുമ്പോലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനല്ല കള്ളം പറയുന്നത്, നുണ പറയുന്നതല്ല നുണറായിയാണ്, അല്ലെങ്കിൽ പിണറായി വിജയനാണ് പറയുന്നത്, നമുക്ക് നോക്കാം നുണേശനാണോ നുണറായിയാണോ നോക്കാം എന്നൊക്കെ മാധ്യമങ്ങളോട് ഇങ്ങനെ വീമ്പിളക്കുന്നൊരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവാത്തത് സതീശൻ എന്താ ഉദ്ദേശിക്കുന്നത്? സതീശൻ അവിടെ ചെയ്യുന്നത് അധികാരത്തിൽ വന്നാൽ ഞാൻ മാത്രമേ മുഖ്യമന്ത്രി ആകാവൂ എന്നാണോ? അവിടെ അപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്തിനും ഇതിനേക്കാളും മുതിർന്ന നേതാക്കന്മാരൊക്കെ എന്ത് ചെയ്യണം? ഹൈക്കമാൻഡ് അവിടെ എന്താ ഇരിക്കുന്നത്? അവിടെ ഹൈക്കമാൻഡ് അതിൽ തീരുമാനിക്കണ്ടേ? പകരം അതിനു മുന്നേ ഒരു ആർമി തന്നെ ഉണ്ടാക്കി വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പ്രചരണം നടത്തുന്നു. സോഷ്യൽ മീഡിയയിൽ സതീശനാണല്ല, സതീശൻ മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല, കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവന്ന സതീശനാണെന്നുള്ള പ്രചരണം നടത്തുന്നു.
വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി അഡ്മിൻ അടക്കി ഇത് പല ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ പ്രചരണം നടക്കുകയാണ്. അതിനോടൊപ്പം തന്നെ സംഘടനാപരമായിട്ട് സതീശൻ ഈ സിസ്റ്റത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ്. ഏറ്റവും ഒടുവിലായിട്ട് സണ്ണി ജോസഫ് അടക്കമെന്ന് പറയേണ്ടി വന്നു. ഈ മുഖ്യമന്ത്രി കസേരയിൽ ആരിരിക്കും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള കാര്യങ്ങളിൽ ഇനി ചർച്ച വേണ്ട, ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്, കോമാളി കളിക്കരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതായത് ഓരോ ആൾക്കാരും പറയുകയാണ് മുഖ്യമന്ത്രി ഹൈക്കമാൻഡ് തീരുമാനിക്കും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇന്നാളാകും. അതെ, മുരളീധരൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞ് വെക്കുകയാണ്. അപ്പോൾ അത്ര ശക്തനായ നേതാവാണെന്ന് സ്വയം പറയുമ്പോഴും ഈ ഒരു സംവിധാനത്തെ പോലും ഒരു അച്ചടക്കത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതും പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യമാണ്. വിരോധാഭാസം എന്താ അറിയോ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം മുതൽ സതീശനടക്കമുള്ള ടീംസ് ഭയങ്കര ആഹ്ലാദം പറയണോ. അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞു, ഞാൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് കഴിഞ്ഞു, ഇനി ഫയൽ ഒപ്പിട്ടാൽ മാത്രം മതി, ഈ തരത്തിലാണ് പോകുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാട്സപ്പ് ഗ്രൂപ്പ് അടക്കം തീവ്രമായി സജീവമായി പോവുകയാണ്. ഇതാരെ കാണിക്കാനാണ്? സതീശൻ പറയുന്നത് ഞാൻ അങ്ങനെ മുഖ്യമന്ത്രി ആവണമെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. ഈ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതേ സതീശൻ്റെ വാട്സപ്പ് ഗ്രൂപ്പാണ്, വാട്സപ്പ് ആർമിയാണ് ഈ കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ ആരെ കാണിക്കാനാണ്? ഇതാർക്കാ മനസ്സിലാവത്തെ? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളല്ലേ അരിയാഹാരം കഴിക്കുന്നവരാണ്. ഒരാൾ എന്തിനാണ് വേണ്ട എന്ന് പറയുന്നതെന്നും അല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോവുകയാണെന്ന് പറയുന്നതിൻ്റെ കാരണവും വ്യക്തമായി മനസ്സിലാവും. അവിടെ പറയുമ്പോൾ ആൾക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന എങ്ങനെ അറിയോ, അയ്യോ ഇത്ര നിഷ്കളങ്കനാണോ സതീശൻ, അതാ സതീശൻ പറയുവാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ലഭിച്ചില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടില്ല, അയാൾ അത്രയും പണിയെടുത്തിട്ടല്ലേ പറയുന്നത് എന്നിടത്തിൽ പോകുമ്പോൾ സതീശൻ മാത്രമല്ല പണി. സതീശൻ എന്താ പണിയെടുത്തത്? സതീശൻ മാധ്യമങ്ങളിൽ വന്ന് സംസാരിച്ചു, സതീശൻ എന്താ പറഞ്ഞേ, വേദിയിൽ പോയി സംസാരിച്ചു. ഇതല്ലാതെ സതീശൻ എന്താ ഗ്രൗണ്ട് വർക്ക് ചെയ്തേ? ആ ഗ്രൗണ്ട് വർക്ക് ചെയ്ത നേതാക്കന്മാരടക്കമുള്ളവരുണ്ട് ഇവിടെ. ഓരോ വീടുകളിൽ കയറി ഇറങ്ങിയ നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവരെ പറയണ്ടേ? അവരൊക്കെ വിസ്മരിച്ച് പോകുന്നത് ശരിയല്ലല്ലോ. തീർച്ചയായിട്ടും. അവിടെ പറയുമ്പോൾ സതീശൻ അവിടെ മാധ്യമങ്ങളിൽ നിന്ന് ദിവസേന പ്രസ് മീറ്റ് വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ 3-4 തവണ മാധ്യമ സമ്മേളനം വിളിച്ച് സംസാരിക്കുക, മാധ്യമങ്ങളോട് സംസാരിക്കുക, സോഷ്യൽ മീഡിയ റീൽസ് ഇടുക, ഇതല്ലെങ്കിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് പോവുക, ഇങ്ങനെയുള്ള സംഭവം ഞാനാണ് കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് പറഞ്ഞു പോവുക. ഇതിനിടയ്ക്ക് ഗ്രൗണ്ടിൽ പണിയെടുത്ത നിരവധി പേരുണ്ട്. വേർപ്പൊഴുക്കിയ കുറേ പേരുടെ പ്രസ്ഥാനമാണിത്. ആ പ്രസ്ഥാനം എങ്ങനെ പോകുന്നേ? ഈ പ്രസ്ഥാനത്തിന് സ്വാഭാവികമായും അതിനുവേണ്ടി ചോര വീഴ്ത്തിയ, വേർപ്പൊഴുക്കിയ, അടികൊണ്ട, പോസ്റ്റ് ഒട്ടിച്ച, സമരം ചെയ്ത ആൾക്കാർ നിരവധി പേരുണ്ട്. അങ്ങനെ വളർന്നു നിരവധി നേതാക്കന്മാരുള്ള സ്ഥലത്താണ് സതീശൻ വന്നിട്ട് പറയുന്നത് ഞാനാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് പോലും സഹിക്കില്ലെന്നേ. കാരണം അവരവിടെ പറഞ്ഞോ, തല്ലുകൊണ്ടത് ഞാൻ, ഈ കൊടി പിടിച്ചത് ഞാൻ, പോസ്റ്റർ ഒട്ടിച്ചത് ഞാൻ, എൻ്റെ ചോരയാണ് പോയത്, എൻ്റെ രക്തമാണ് വീണത് അവിടെ. ആ രക്തത്തിൻ്റെ അവകാശം പറയാൻ വരുന്നത് സതീശനാണ്. അതെ, അങ്ങനെ വരുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടും, അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും തന്നെ വേണം. കാരണം സതീശനല്ല കോൺഗ്രസ്, സതീശൻ മാത്രമാണ് കോൺഗ്രസ് എന്നും പറയരുത്. അങ്ങനെ പറയുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും, അല്ലെങ്കിൽ ആ പ്രശ്നം ഈ സ്വാഭാവികമായിട്ട് ആഭ്യന്തര കലാപത്തിലേക്ക് പോകുന്നതും. അവിടെ അത്രയും നേതാക്കൾ നിൽക്കുമ്പോൾ അതിലൊരു നേതാവാണ് സതീശൻ. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാളാണ് സതീശൻ. അല്ലാതെ കേരളത്തിലെ ഒരേ ഒരു നേതാവല്ല സതീശൻ. അത് സതീശൻ ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ അത് സതീശൻ എന്നെ വലിയ ദോഷം ചെയ്യും. തീർച്ചയായിട്ടും.